ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ LP-UPയുടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റത്തിനെ കുറിച്ച് കുറച്ച് കൺസെപ്റ്റുകളാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ജോൺ ഡാൾട്ടൻ്റെ ആറ്റം മോഡലിനെ കുറിച്ചും അതിൻ്റെ പോയിൻറ്റ്സും കുറേ പറഞ്ഞിരുന്നു. അതായത് ജോൺ ഡാൾട്ടൻ്റെ ആറ്റം മോഡലിന് ഒരുപാട് മെറിറ്റുകൾ മേന്മകൾ ഉണ്ടെങ്കിലും അതിൽ കുറേ ഡീമെറിറ്റുകളും ഉണ്ടായിരുന്നു. ആ ഒരു പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ അവിടെ പറയുന്നത്, അതായത് ജോൺ ഡാൾട്ടൻ്റെ സിദ്ധാന്തപ്രകാരം ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ ആറ്റത്തിന് വിഭജിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു വിഭജിക്കാൻ കഴിയാത്ത ഒരു ആറ്റത്തിന് ഒരിക്കലും ചാർജ് ഉണ്ടാവില്ല. ആ ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആയിരിക്കും, നിർവീര്യമായിരിക്കും. പക്ഷേ ജോൺ ഡാൾട്ടൻ്റെ തിയറിയിൽ പറയുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്, നിരവധി പരീക്ഷണങ്ങൾ വിശദീകരിക്കാൻ ഈ സിദ്ധാന്തത്തിന് പരാജയപ്പെട്ടിട്ടുണ്ട്. അതായത് ഗ്ലാസ്, എബണൈറ്റ് പോലുള്ള വസ്തുക്കൾ സിൽക്കിൽ ഉരസുമ്പോൾ വൈദ്യുത ചാർജ് ഉള്ളതായിട്ട് മാറുന്നുണ്ട്. അതായത് അപ്പോൾ ഈ വൈദ്യുത ചാർജ് എങ്ങനെ എത്തി എന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകാൻ ജോൺ ഡാൾട്ടന് കഴിഞ്ഞില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഒരു പേനയോ പെൻസിലോ മുടിയിൽ ഉരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ഉരച്ചതിന് ശേഷം ചെറിയ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നതായിട്ട് കാണാം. അത് നമ്മൾ സിംപ്ലി ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കാനുള്ള ഒരു ചാർജ് ഈ പെൻസിലിന് അല്ലെങ്കിൽ പേനക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ജോൺ ഡാൾട്ടന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷം ആ സിദ്ധാന്തത്തിന് വലിയ പ്രസക്തി ഇല്ലാതായി. പിന്നെയും ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു. അങ്ങനെയാണ് മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡേ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണത്തിൻ്റെ ഫലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതായത് 9th കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണിത്. പേജ് നമ്പർ 9 കാഥോഡ് രശ്മികളുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും, അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആറ്റത്തിന് വിഭജിക്കാൻ കഴിയില്ല എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ആറ്റത്തിന് വിഭജിക്കാൻ കഴിയും, ആറ്റത്തിനുള്ളിൽ അതിനേക്കാൾ ചെറിയ കണികകളുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത്, നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറി വന്ന സമയത്ത് ഈ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഈ ഇലക്ട്രോൺ പ്രോട്ടോണിനെ കുറിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് ആ ടോപ്പിക്കിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കാഥോഡ് രശ്മികളുടെ കണ്ടെത്തലാണ്. അതായത് വാതകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വാതകങ്ങൾ ഓൾറെഡി വൈദ്യുതിയെ കടത്തിവിടാത്ത പദാർത്ഥങ്ങളാണ്. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നുവെന്ന് 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അതായത് നോർമൽ സ്റ്റേറ്റിൽ വാതകങ്ങളൊന്നും വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, പക്ഷേ മർദ്ദം ഒരുപാട് കുറക്കുന്ന സമയത്ത് വാതകങ്ങളിലൂടെ വൈദ്യുതിക്ക് കടത്തിവിടാൻ പറ്റുമെന്ന് 19ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിരുന്നു. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡേ പഠിക്കുകയുണ്ടായി. അതായത് മൈക്കൽ ഫാരഡേ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, എല്ലാ വസ്തുക്കളിലൂടെയും വൈദ്യുതി കടത്തിവിട്ടു. അതുപോലെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടത്തിവിട്ട സമയത്ത് വാതകങ്ങളുടെ മർദ്ദം പരമാവധി കുറച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ മർദ്ദത്തിലൂടെ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതിരുന്നതും വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ ശ്രമകരമാക്കി. അതായത് ആ ഒരു കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് വാതകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടണമെങ്കിൽ നമ്മളൊരു ഗ്ലാസ് ട്യൂബിലാണ് വാതകം എടുക്കുന്നതെങ്കിൽ ഈ വാതകത്തിൻ്റെ മർദ്ദം കുറക്കാനുള്ള സംവിധാനങ്ങളൊന്നും ആ കാലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതേപോലെ നിർവാത പമ്പുകളും വായു നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകളോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ശ്രമം നല്ല രീതിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം 1854 ഹെൻറിച്ച് ഗീസ്ലർ, ഈ പേരോർത്ത് വെക്കണേ, ഹെൻറിച്ച് ഗീസ്ലർ ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തു. കാരണം മൈക്കൽ ഫാരഡേൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് ട്യൂബുകളോ നിർവാത പമ്പുകളോ ആ കാലത്തുണ്ടായിരുന്നില്ല. പിന്നെ കാലം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ടെക്നോളജി മാറും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്ന് അങ്ങനെ 1854 ആദ്യമായിട്ട് ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും കണ്ടെത്തുന്നത്. അതിനുശേഷം 1875 വില്യം ക്രൂക്സ് എന്ന ഭൗതികശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അതായത് ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു സയൻറ്റിസ്റ്റാണ് ഇത്, വില്യം ക്രൂക്സ്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൻറിച്ച് ഗീസ്ലറും വില്യം ക്രൂക്സുമാണ്. അപ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബ് കണ്ടെത്തിയതോടുകൂടി ജൂലിയസ് പ്ലക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് അതുപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായി ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. അതായത് ഈ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ചാർജുള്ള നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡും പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡുമാണ്.
ഈ ഡിസ്ചാർജ് ട്യൂബിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് കാഥോഡിന് എതിർവശത്തായിട്ട് ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തി. അതായത് ജൂലിയസ് പ്ലക്കറാണ് കാഥോഡിന് എതിർവശത്തായിട്ട് എന്ത് ചെയ്യുക, ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ജോഹാൻ വില്യം ഹിറ്റോഫ് 1869, ഒയ്ഗൻ ഗോൾഡ്സ്റ്റീൻ 1876 എന്നീ ശാസ്ത്രജ്ഞർ ഈ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തി. അതായത് ജൂലിയസ് പ്ലക്കറിന് ശേഷം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള 2 ശാസ്ത്രജ്ഞരാണ് വില്യം ഹിറ്റോഫും ഒയ്ഗൻ ഗോൾഡ്സ്റ്റീനും. ഇവർ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമാവുന്നത് എന്ന് കണ്ടെത്തി. അല്ലെങ്കിൽ ഈ രശ്മികൾക്കാണ് കാഥോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാഥോഡ് രശ്മികൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്യം ഹിറ്റോഫും ഒയ്ഗൻ ഗോൾഡ്സ്റ്റീനുമാണ്. അപ്പോൾ ഈ 2 പേരും കൂടെ ഓർത്ത് വെക്കണം. നമ്മൾ നോർമലി ജനറൽ PSCക്കൊക്കെ സാധാരണയായിട്ട് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടെത്തിയിട്ടുള്ള 3 സയൻറ്റിസ്റ്റിൻ്റെ പേര് മാത്രമാണ് പറയുന്നത്. പക്ഷേ UPSC എക്സാം ആയതുകൊണ്ട് ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വില്യം ക്രൂക്സിൻ്റെ പരീക്ഷണങ്ങളാണ്, അഥവാ ഇലക്ട്രോൺ കണ്ടെത്തലിലേക്ക് നയിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തലും. 1875 വില്യം ക്രൂക്സ് എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച, അതായത് ലോഹത്തകിടുകളിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി. അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്ചാർജ് ട്യൂബിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള കാഥോഡിൽ നിന്ന് കാഥോഡ് രശ്മികൾ പുറപ്പെടുന്നുണ്ട്. ആ ഒരു രശ്മികൾ ആനോഡിൻ്റെ പുറകിലായിട്ട് എന്ത് ചെയ്യുക, ഒരു ഇളം പച്ച നിറത്തിലുള്ള തിളക്കം എന്നൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വായു ഒരു വിദ്യുദ്രോധിയാണ്, അതായത് ഇൻസുലേറ്ററാണ്, വൈദ്യുതി കടത്തിവിടാത്ത വസ്തുവാണ്. സാധാരണ മർദ്ദത്തിൽ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. അതായത് വായുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായു ഒരു ഇൻസുലേറ്ററാണ്, അപ്പോൾ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായി കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വായു ഒരു ഇൻസുലേറ്ററാണ്, അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിടുന്നില്ല. പക്ഷേ വായുവിൻ്റെ മർദ്ദം പരമാവധി കുറത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് ട്യൂബിലും വായു പരമാവധി നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ വായുവിൻ്റെ മർദ്ദം കുറയല്ലോ. അപ്പോൾ മർദ്ദം കുറയുന്ന സമയത്ത് വൈദ്യുതി കടന്നു പോകുന്നതായി കണ്ടെത്തി. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയിൽ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കമുണ്ടാകുന്നതായി കണ്ടു. അതായത് ഈ ആനോഡ് വെച്ചിരിക്കുന്ന, ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും, ഒരു സുഷിരമുള്ള ആനോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അപ്പോൾ നെഗറ്റീവിൽ നിന്ന് വരുന്ന കാഥോഡിൽ വരുന്ന രശ്മികൾക്ക് എന്ത് ചെയ്യുക, ഈ ഹോളിലൂടെ പുറമേക്ക് ആ ഹോളിലൂടെ പാസ് ചെയ്തിട്ട് അതിൻ്റെ പുറക് ഭാഗത്തുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ കാഥോഡിൻ്റെ എതിർവശത്തായിട്ട് സിങ്ക് സൾഫൈഡ് പൂശിയിട്ടാണ്. ആ സിങ്ക് സൾഫൈഡിലേക്ക് തട്ടുന്ന സമയത്ത് അവിടെ ഒരു ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാകുന്നതായി കണ്ടു. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ രശ്മികൾ കാഥോഡ് രശ്മികൾ എന്നറിയപ്പെടുന്നു. കാഥോഡ് രശ്മികളെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയും അവയുടെ വിവിധ സവിശേഷതകൾ കണ്ടെത്തുകയും ചെയ്തു. ഈ ഒരു ഏരിയയിൽ നമുക്ക് കുറേ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഓർത്ത് വെക്കാനുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മൾ കുറേ പോയിൻറ്റ്സ് പഠിച്ചു അല്ലേ ഈ ഡിസ്ചാർജ് ട്യൂബായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാഥോഡ് രശ്മികൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന കിരണങ്ങളാണ്. കാഥോഡ് കിരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന കിരണങ്ങളാണ്. ഈ കാഥോഡ് കിരണങ്ങളുടെ ചാർജ് നെഗറ്റീവാണ്. അതായത് ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത 2 പോയിൻറ്റ്സ് ആണ്. 4 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാ, ഈ കാഥോഡ് രശ്മികളുടെ പാതയിൽ അധാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴൽ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. ഒരു പിക്ചറിൽ, അതായത് കാഥോഡ് രശ്മികൾ പോകുന്ന പാത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വസ്തു, എന്തെങ്കിലും ഒരു അധാര്യ വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിഴൽ അപ്പുറത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം, കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കാഥോഡ് രശ്മികളുടെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് ഓർത്ത് വെക്കാം, കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ദെൻ കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം, അതായത് ഒരു പാഡിൽ വീൽ വെക്കുന്ന സമയത്ത് ആ ചക്രം കറങ്ങുന്നു. അതായത് കാഥോഡ് രശ്മികൾ പോകുന്ന വഴിയിൽ ഒരു ചക്രം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, ആ വരുന്ന കാഥോഡ് രശ്മികൾക്ക് മാസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചക്രം കറങ്ങുന്നത്. കാഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ കാഥോഡ് രശ്മികളുടെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്, കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ട്. ദെൻ കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നതായി കാണുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം.
അതായത് കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാഥോഡ് രശ്മികളുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുന്ന സമയത്ത് കാഥോഡ് രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് വ്യതിചലിക്കുന്നതായിട്ട് കാണപ്പെടാം. അപ്പോൾ കാരണം എന്താ, നമുക്കറിയാമല്ലോ പോസിറ്റീവ് നെഗറ്റീവും തമ്മിലാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഭാഗത്തേക്ക് വരണമെങ്കിൽ വ്യതിചലിക്കണമെങ്കിൽ വരുന്ന കാഥോഡ് രശ്മികൾക്ക് ഏതായിരിക്കും ചാർജ് നെഗറ്റീവ് ആയിരിക്കും. കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ ഇതേ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുത മണ്ഡലത്തിലാണെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നുണ്ട്, അതേപോലെ കാന്തിക മണ്ഡലത്തിലാണെങ്കിലും വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് കാഥോഡ് രശ്മികളുടെ സവിശേഷതകളിൽ ഒരു 5 പോയിൻറ്റ്സാണ് പഠിച്ചു വെക്കാനുള്ളത്, നിർബന്ധമായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ കാഥോഡ് രശ്മികൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് സഞ്ചരിക്കുന്ന കിരണങ്ങളാണ്. ഇവയുടെ ചാർജ് നെഗറ്റീവാണ്. കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. കാഥോഡ് രശ്മികൾക്ക് മാസ്സുണ്ട്. കാഥോഡ് രശ്മികൾ കാന്തിക മണ്ഡലത്തിലും വൈദ്യുത മണ്ഡലത്തിലും പാതക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ 5 പോയിൻറ്റ്സും നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് എക്സാമിന് ഉണ്ടാവുന്നത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ കാഥോഡ് രശ്മികളുമായിട്ട് ബന്ധപ്പെട്ടതേത് ബന്ധപ്പെടാത്തതേത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു 5 പോയിൻറ്റ്സ് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് കാഥോഡ് രശ്മികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് നമ്മൾ ആ ഗ്ലാസ് ട്യൂബിനകത്ത് ഏത് വായു നിറച്ചിട്ടുണ്ടെങ്കിലും ഏത് ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് കാഥോഡിൻ്റെ എതിർവശത്തായിട്ട് ഒരു തിളക്കം കാണപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രത്യേകതയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് വസ്തു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഏത് ഗ്യാസ് ഉപയോഗിച്ചാലും ഏത് ലോഹത്തകിട് ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയാലും ആ സമയത്തൊക്കെ എന്തുണ്ട്, കാഥോഡിൻ്റെ എതിർവശത്തായിട്ട് ഒരു തിളക്കം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്, ഈ കാഥോഡിൽ നിന്ന് വരുന്ന ഈ തിളക്കത്തിന് കാരണമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ കാഥോഡ് രശ്മികൾ കാണപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി. ഇപ്പോൾ കാഥോഡ് രശ്മികളിലെ ഈ കണികകളാണ് അല്ലെങ്കിൽ ഈ കണങ്ങളാണ് ഇത് ഇലക്ട്രോണുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ ആണ്. ജെ തോംസൺ ഇലക്ട്രോണുകളുടെ മാസോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ചാർജോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള ഒരു അനുപാതം, ഒരു റേഷ്യോ, E/m റേഷ്യോ എന്ന് പറയും. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. കാഥോഡ് രശ്മികളെക്കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകൾ ഉണ്ടെന്ന് തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ നമുക്കിവിടെ ഓർത്ത് വെക്കാനുള്ള ഒരു പോയിന്റ്, ഇലക്ട്രോൺ കണ്ടെത്തിയിട്ടുള്ളത്, അതായത് കാഥോഡ് രശ്മികളിൽ അടങ്ങിയിരിക്കുന്ന കണികകൾ ഇലക്ട്രോൺ ആണെന്ന് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. അപ്പോൾ ഈ പേര് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്ട്രാ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ E/m അനുപാതം അത് കാണാതെ പഠിച്ചു വെക്കണം. 1.76 × 10⁻11 കൂളം പെർ കിലോഗ്രാം ആണ്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൺ തൻ്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻19 കൂളം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ട അടുത്ത പോയിൻ്റാണ്, ഒന്ന് ഇലക്ട്രോണിൻ്റെ E/m അനുപാതം, E/m റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.76 × 10⁻11 കൂളം പെർ കിലോഗ്രാം. ദെൻ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.6 × 10⁻19 കൂളമാണ്. കൂളം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ രേഖപ്പെടുത്തുന്നത് കൂളം എന്ന യൂണിറ്റിലാണ്. ഇനി ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഓർത്ത് വെക്കണം, E/m റേഷ്യോ, ഇലക്ട്രോണിൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ മാസ്, ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ജെ തോംസണെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ കണ്ടെത്തി, അതായത് ആറ്റത്തിനുള്ളിലേക്ക് ആറ്റം വിഭജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ജോൺ ഡാൾട്ടൻ്റെ കൺസെപ്റ്റിൽ നിന്ന് മാറി ആറ്റത്തിനുള്ളിൽ അതിനേക്കാൾ ചെറിയ കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയിട്ടുള്ളത് ജെ തോംസൺ ആണ്. ഇനി ജെ തോംസണെ കുറിച്ച് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് ജെ തോംസൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്തൊരു സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. ആദ്യമായിട്ട് ആറ്റത്തിനൊരു മാതൃക നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ മാതൃകയുടെ പേരാണ് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റെസിൻ പുഡിംഗ് എന്ന് പറയും, തണ്ണിമത്തൻ മോഡൽ എന്നൊക്കെ പറയും അല്ലേ, വാട്ടർമെലൺ മോഡൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക. ഇതും ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തി, അതുപോലെ പ്ലം പുഡിംഗ് മോഡൽ സജസ്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റും ജെ തോംസൺ ആണ്. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു.
അപ്പോൾ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അതായത് മുഴുവനായിട്ട് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ അവിടെ എവിടെയായിട്ട് ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അതായത് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ പുഡിങ്ങിൻ്റെ മേലെ പ്ലംസ് വിതറിയ പോലെ ഫുള്ളി പോസിറ്റീവായി ചാർജുള്ള ഒരു ഗോളത്തിന് മേലെ അവിടെ എവിടെയായിട്ട് പ്ലംസ് പോലെ എന്ത് ചെയ്യുക? ഇലക്ട്രോണുകൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ഒരു ആറ്റത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ, വൈദ്യുതപരമായി നിർവീര്യമാണെന്നാണ് പറയുക. കാരണം എന്താ? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ പ്ലസ് മൈനസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ആറ്റത്തിൻ്റെ ചാർജ് എന്നാണ് പറയുന്നത്. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ തോംസൺ മാതൃകക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. അപ്പോൾ ജെ തോംസൻ്റെ ഈ പ്ലം പുഡിംഗ് മാതൃകക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ മാതൃക പിന്തള്ളപ്പെട്ടു. പക്ഷേ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലാണ് പ്ലം പുഡിംഗ് മോഡൽ, റെസിൻ പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ജെ തോംസണിനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സോടെ പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ജെ തോംസൺ E/M റേഷ്യോ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ദെൻ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. ജെ തോംസണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കാഥോഡ് റേ പരീക്ഷണം നടത്തി. കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത് ജെ തോംസൺ ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൻ്റെ പേരാണ് പ്ലം പുഡിംഗ് മാതൃക, അല്ലെങ്കിൽ റെസിൻ പുഡിംഗ്, അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യമായി ഒരു ആറ്റം മോഡൽ അവതരിപ്പിച്ചു. ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതും ജെ തോംസൺ ആണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ജെ തോംസണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആറ്റത്തിനെ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ എന്ത് ചെയ്യുക? അറ്റോമിക് തിയറിയിൽ കുറേ പരീക്ഷണങ്ങൾക്ക് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ആറ്റത്തിന് വിഭജിക്കാൻ കഴിയില്ല എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുമെന്നും ആറ്റത്തിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ ചെറിയ കണങ്ങളുണ്ടെന്നും കണ്ടെത്തി. അപ്പോൾ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഓർത്ത് വെക്കേണ്ടത് കാഥോഡ് രശ്മികളുടെ പ്രത്യേകതകളല്ലേ. അപ്പോൾ ആ പോയിൻറ്റ്സും ഓർത്ത് വെക്കുക. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ്, മാസ്, E/M റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ജെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് LP UP എക്സാം എഴുതാൻ പോകുന്നത് നമുക്ക് ജനറൽ PSCക്കും ആവശ്യമുള്ള ടോപ്പിക്കാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്